ഹായ് ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കോഴിക്കോട് ഹൈലൈറ്റ് മാളിലെ സ്നോ ഫാൻറ്റസിയിലാണുള്ളത്. ചെറിയ കുട്ടികൾക്ക് 470, വലിയവർക്ക് 530 ഇവിടെ എൻട്രി ഫീസ് വന്നിട്ട്. അപ്പോൾ ടിക്കറ്റ് എടുത്താൽ നമുക്കൊരു ചാക്ക് തരാം. ആ ചാക്കിനുള്ളിൽ നമ്മുടെ ഷൂസൊക്കെ ഊരിയിടണം. എന്നിട്ട് നമുക്ക് കുട്ടും സുട്ടും തരും. കുട്ടും സുട്ടും അല്ല, ജാക്കറ്റാണ്. അപ്പോൾ ജാക്കറ്റ് ഇടണം. ജാക്കറ്റ് ഇടാണ്ട് പോയാൽ നല്ല തണുത്ത് മരവിച്ചിട്ട് ഷവായി വരേണ്ടി വരും കേട്ടോ. കിടിലൻ തണുപ്പാണ് മക്കളെ, തൃശ്ശൂർ ലാംഗ്വേജ്. ഓക്കെ, എന്നിട്ട് കൊട്ടും സുട്ടും ഇടണം. എന്തായാലും പെർഫെക്റ്റ് ആയിട്ടിടണം. പിന്നെ കുറച്ച് കട്ടിയുള്ള ഡ്രസ്സ് ഇടാൻ നോക്കുക. ഇല്ലാത്ത ഡ്രസ്സ് ഇട്ടാൽ തണുക്കുട്ട. ഇവിടെ നമുക്ക് പാൻറ്റൊന്നുമില്ല ഇടാൻ, അതുകൊണ്ടാണ്. അടിയിൽ നല്ല കട്ടിയുള്ള ഡ്രസ്സ് ഇടാൻ നോക്കുക. പിന്നെ ഇവിടെ ചെറിയ കുട്ടികളൊക്കെ മാസ്ക് ഇടാട്ടെ. എനിക്ക് തന്നെ നല്ല ബുദ്ധിമുട്ടായിട്ട് ഇരുന്നിരുന്നതാണ്. ശ്വാസം മുട്ട് വന്നിട്ട് 5-6 പ്രാവശ്യം, 5-6 വീണ്ടും 5-6 വന്നില്ലേ, 2-3 പ്രാവശ്യം. എന്നിട്ട് ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറി ഗൈസ്. എന്നിട്ട് ഈ സ്പോഞ്ചൊട്ടൊക്കെ തണുത്തിട്ടായിരുന്നു കേട്ടോ ഗൈസ്. പിന്നെ കുറച്ച് നേരം മണ്ണിൽ ഇങ്ങനെ കളിച്ച് അപ്പോഴാണ് ചേട്ടൻ എൻ്റെ മേത്തേക്ക് സ്നോ എടുത്ത് എറിയുന്നത്. എന്നിട്ട് സ്നോമാനെ കണ്ടു. എന്നിട്ട് ഇഗ്ലൂവിൻ്റെ ഉള്ളിൽ കയറി. എന്നിട്ട് ഇവിടെ ഫുൾ ടീച്ചർ സെറ്റ് വൈബാണ്. എന്നിട്ട് കുറച്ച് നേരം ഡാൻസൊക്കെ കളിച്ചു. എന്നിട്ട് ഞാൻ അവിടെ തെരപ്പര തെണ്ടി നടന്നു വിചാരിച്ചാൽ ഓരോ റൈഡിലൊക്കെ കയറി. പിന്നെ വീണ്ടും വന്ന് ഇങ്ങനെ ഡാൻസ് കളിച്ചു. നല്ല പാട്ടില്ലേ, ഞാൻ ഉണ്ടാക്കിയ പാട്ടാണ്. എന്നിട്ട് വീണ്ടും ഇഗ്ലൂവിൻ്റെ ഉള്ളിൽ കയറി. ലൈറ്റ് പെർഫെക്റ്റ് ആയതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഉള്ളിൽ കിടക്കിടക്ക് കയറാൻ തോന്നുന്നു. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് കുറച്ച് സ്നോ എടുത്തു, ഉണ്ടയാക്കി. എന്നിട്ട് ഉണ്ടാക്കിയത് ഞാൻ മനസ്സിലായിട്ടാ. എന്നിട്ട് ഊഞ്ഞാലയിൽ കയറുമ്പോൾ മര്യാദയ്ക്ക് ഇരുന്നില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഇരിക്കും. പോട്ട് ഇത് ഞാൻ ഫസ്റ്റ് ഫ്രണ്ടിക്കായ പിന്നെ ബാക്കിക്ക് കേട്ടോ, കാരണം തിരിഞ്ഞു പോണ്. മര്യാദയ്ക്ക് ഇരിക്കാത്തതുകൊണ്ട് പ്രശ്നമാണ്. എന്നിട്ട് ഞങ്ങൾ സ്ലൈഡിൽ ആ കുട്ടീനെയും കൂടി ഞാൻ തള്ളിയിട്ടു ഗൈസ്. ഞങ്ങൾ രണ്ടാളും, ആ കുട്ടിയും ഞാനും കൂടി വീണു. ഇത് ഞാൻ സെക്കൻഡ് പ്രാവശ്യം കയറി. ഇത് ഫുൾ മഞ്ഞായതുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങിപ്പോണു. പിന്നെ ഇത് ഞാൻ സാന്റാ ക്ലോസിൻ്റെയിലാണ് കണ്ടിട്ടുള്ളത്. ഇത് ആദ്യമായിട്ടാണ് ഞാൻ കയറുന്നത്. ഇതിൽ എത്ര പേർക്ക് ഇരുന്നാലും വെയിറ്റ് തോന്നത്തില്ല. എന്നിട്ട് ഞാൻ മഞ്ഞ് എടുത്തിട്ട് ചേട്ടനെ എറിഞ്ഞിരുന്നതാണ്. പ്രത്യേക വൈബാട്ടോ, അതിരിക്കാൻ എത്ര പേർക്ക് വേണമെങ്കിലും ഇരിക്കാവുന്നതാണ് ഇതിൽ. എന്നിട്ട് ഇതാണ് എൻ്റെ അമ്മായിട്ടോ, മാമൻ്റെ ഭാര്യ. ഇത് എൻ്റെ മാമൻ്റെ മൂത്ത മോനാണ്. എന്നിട്ട് ഞാൻ കണ്ടില്ലേ, ഞങ്ങൾ രണ്ടാളെയും പെട്ടെന്ന് വലിക്കാൻ പറ്റും കേട്ടോ. അത്രയും വെയിറ്റ് കുറവായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ, സീ യു. അടുത്ത വീഡിയോ വരുന്നത് വരെ കാത്തിരിക്കാം.